നേര്യമംഗലം കാട്ടിലാണ് കേട്ടോ. മൂന്നാർ വഴി കാന്തല്ലൂർ വഴി മറയൂര് ഉടുമൽപേട്ട വഴി പഴനി, അതിലൂടെ കൊടൈക്കനാൽ. ഒരാൾ തിന്ന ഇലയാണത്. ഇതിലൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങളുടെ യാത്രകളുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. യാത്ര തുടങ്ങുന്ന ദിവസം ഫസ്റ്റ് ഡേ വീട്ടിൽ നിന്ന് വലിയൊരു പൊതി ചോറ് കൊണ്ടുവരും. അത് ഞങ്ങൾ 3 പേർക്ക് തിന്നാനുള്ള അത്രയും ഭക്ഷണം ഒറ്റ പൊതിയിലാക്കിയാണ് പൊതിഞ്ഞെടുക്കും. എന്നിട്ട് ഇതുപോലെ ഞങ്ങൾ വഴിയരികിലിരുന്ന് കഴിച്ച് നല്ല അടിപൊളിയായിട്ട് യാത്ര തുടരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വെയിലത്താണ് ഇപ്പോൾ നമ്മുടെ ഈ നേര്യമംഗലം കാടിൻ്റെ അടുക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മരങ്ങൾ കുട പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് നല്ല കുളിരും കാറ്റും ഒക്കെ ഉള്ള ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന മറ്റൊരു വൈബാണ്. സമ്മർ ടൈമിലുള്ള ഒരു യാത്രയാണെങ്കിൽ കൂടി റോഡിലൊന്നും വലിയ തിരക്കില്ല കേട്ടോ. അല്ലെങ്കിൽ മൂന്നാർ വഴി എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കനുഭവപ്പെടുന്ന. പിന്നെ ഞങ്ങൾ അടിമാലി എത്താൻ പോകുന്നുള്ളൂ. മൂന്നാറിലേക്ക് പോകുന്ന വഴി തിരക്കില്ലാതെ റോഡ് കാണാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രകൃതി ആസ്വദിക്കാൻ സാധിക്കാമെന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് കേട്ടോ. കാരണം പലപ്പോഴും അത് സാധിക്കാറില്ല. എറണാകുളം ടൗണിലേക്കാളും തിരക്കായിരിക്കുള്ളൂ മൂന്നാർ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ആളുകൾ വണ്ടി നിർത്തി വൈവാക്കുന്നുണ്ട് കേട്ടോ. വൈവാക്കുന്നതല്ല കേട്ടോ, വണ്ടി കംപ്ലൈൻ്റ് ആയിക്കുന്നതാണ്. അടിമാലിയിൽ നമ്മൾ നേരെ എത്തുന്നത് ആനക്കെട്ടി ജംഗ്ഷനിലാണ് കേട്ടോ. അങ്ങനെ രാജാക്കാട്, രാജകുമാരി, ബൈസൺ വാലി, പൂപ്പാറ എല്ലായിടത്തേക്കും പോകാനുള്ള വഴിയുണ്ട്. കാരണം ആനച്ചാല് റൂട്ടിലേക്കൊക്കെയുള്ള വഴിയാണ്. അപ്പം നമ്മൾ തേയിലത്തോട്ടം സ്റ്റാർട്ട് ചെയ്യാണ് മൂന്നാറിലാണ് കേട്ടോ. ഏരിയ ഇവിടെ വരുന്നില്ല. ഞങ്ങൾ ആനക്കെട്ടി ജംഗ്ഷനിലാണ്. നമ്മളെത്ര സ്ട്രെസ്സോ മെൻ്റൽ ഡിപ്രഷനോ എന്തനുഭവിച്ചിട്ട് ഈ ഒരു പരിസരത്ത് എത്തുമ്പോഴേക്കുണ്ടല്ലോ നമ്മൾ വേറൊരു വൈബോ വേറെ ചിൽ മൂഡാവട്ടോ. കാരണം ഇത്രയും രസമുള്ളൊരു സ്ഥലം ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു ഏരിയയാണിത്. കാരണം ഇവിടെ വന്നിരുന്നൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണിത്. ഇത് ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബൊന്നും ഇനി മൂന്നാർ ടൗണിൽ പോയാൽ നമുക്ക് കിട്ടില്ല. കാരണം മൂന്നാർ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് തിരക്കും ഭയങ്കര തലവേദനയും. നമ്മളിപ്പോൾ എറണാകുളം സിറ്റിയിനേക്കാളും കഷ്ടമാണ് അവിടെ. പക്ഷേ ഈ ഒരു ഭാഗം ആനക്കെട്ടി ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പൂപ്പാറ ഭാഗത്തേക്ക് പോകും, അല്ലെങ്കിൽ അവിടുന്ന് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകാൻ പറ്റിയ ആ ഒരു റൂട്ടാണത്. അല്ലെങ്കിൽ ബോധിമേട് കയറിക്കഴിഞ്ഞാൽ കമ്പം, തേനി പോകാം, ഗൂഡല്ലൂർ, അല്ലെങ്കിൽ നേരെ മധുര പിടിക്കാം. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകാൻ പറ്റിയ ജംഗ്ഷൻ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ മൂന്നാർ ടൗണിലേക്കാണ് കേട്ടോ ഇനി നമ്മുടെ യാത്ര. മൂന്നാർ ടൗൺ ഇത്രയും വെറുക്കപ്പെട്ട ഒരു ടൗൺ വേറെ ഇല്ല എനിക്ക്. കാരണം മൂന്നാർ എന്ന് പറയുമ്പോൾ നമുക്ക് ചില്ല ചെയ്യാൻ മൂന്നാർ ടൗണിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ തലയ്ക്ക് പ്രാന്ത് പിടിക്കും. കാരണം കണ്ടോ തിരക്ക് കണ്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒന്നാരം മാട്ടുപ്പെട്ടി ഭാഗത്തേക്ക് പോകണം, അതല്ലെങ്കിൽ മറയൂർ റൂട്ടിലേക്ക് പോകണം. അപ്പോഴാണ് അതിൻ്റെ രസമുള്ളൂ. അപ്പം നമ്മൾ ഈ പ്രാവശ്യം മറയൂർ വഴി കാന്തല്ലൂർ കണ്ടോ ഫസ്റ്റ് ആദ്യം പോണത്. അപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിൽ നിന്ന് നമ്മുടെ കണ്ണൻദേവൻ ടീ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റൊക്കെ ഉള്ള, അതായത് ഇപ്പോൾ റിപ്പിൾ ടീ എന്ന് പറയുന്നത് കണ്ണൻദേവൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അവരുടെ പേര് മാറ്റി ആയിട്ട് സ്ഥാപിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിരുന്നു കേട്ടോ ഇനിയുള്ള യാത്ര. കാരണം ഇനി നമ്മൾ പോകുന്ന റൂട്ടിലൊന്നും അങ്ങനെ പമ്പൊന്നും അടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ നിറച്ച് നമ്മൾ നേരെ കാന്തല്ലൂർ റൂട്ട്, നമ്മുടെ ഉടുമൽപേട്ട് പഴനിക്കൊക്കെ പോണ ആ റൂട്ട് നമ്മൾ പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പോകുന്ന വഴി തന്നെ സൈഡിലൊക്കെ ഇങ്ങനെ വെർട്ടിക്കൽ ട്രീസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇത് കുറച്ചൊക്കെ എത്തിയതിന് ശേഷമാണ് ഈ ടീ എസ്റ്റേറ്റുകളുടെ ഒരു സംഭവം ആരംഭിക്കുന്നത്. ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഈ സമ്മർ ടൈം അത്ര വൈബല്ല. പക്ഷേ നല്ല കോടയൊക്കെ ഇറങ്ങി കിടക്കുന്ന ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ സമയത്തൊക്കെ ഗംഭീരമായിട്ട് മഞ്ഞിൽ കുളിച്ച് കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്ന റോഡാണത്. ഇപ്പോൾ വളരെ ഡ്രൈ ആയിട്ടാണ്, എന്നാൽ നല്ല ഹരിതാപയും പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ പിന്നും കാര്യങ്ങളും പറഞ്ഞത് നമ്മുടെ ടീ എസ്റ്റേറ്റിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഇവിടെ നിന്ന് കാന്തല്ലൂർ മറയൂർ വരെ, മറയൂർ ടൗൺ എത്തുന്നതിന് കുറച്ച് മുമ്പ് വരെ അതെ ജാതി വൈബാണ്, ജാതി വൈബ്. ഈ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഈ മുട്ടക്കുന്ന് ഇങ്ങനെ കുന്നായിട്ട് കിടന്ന ഈ സ്ഥലം സായിപ്പന്മാർ വന്ന് ഇങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിക്കുകയും ഇതിൻ്റെ ഒരു കൃഷി ആരംഭിക്കുകയും ഇത് വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതോടുകൂടി ഈ സ്ഥലത്തിൻ്റെ ഒരു മൊത്തം സെറ്റപ്പ് തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ
കണ്ടേവൻ ഹിൽസാണ്, അവരാണ് ഇത് കൂടുതൽ ഹയർ ചെയ്തേക്കുന്നത് കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് നമ്മുടെ ഈ കാന്തല്ലൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ വേറെ കുറേ ആളുകളുടെ കയ്യിലാണ് ഈ സ്ഥലമൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ പാട്ടത്തിനാണെന്നുള്ളതാണ് നമ്മുടെ അറിവ്. അപ്പോൾ ഇത് പാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-200 വർഷം 1000 വർഷത്തേക്കൊക്കെയാണ് പാട്ടം കൊടുക്കണല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് അവരുടെ കയ്യിലുള്ളത് പോലെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി എടുത്തിട്ട് അതിൻ്റെ താഴത്ത് ഒരു തേയില ഫാക്ടറിയും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കടുകുമുടി ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. ഇതിൻ്റെ താഴത്ത് കാണുന്ന അറ്റത്ത് കാണുന്നത് ലയങ്ങളാണ് കേട്ടോ. ഇവിടുത്തെ പണിക്കാർ താമസിക്കുന്ന ലയങ്ങളാണ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഫീലാട്ടോ. ഇതിൻ്റെ അടിയിലേക്ക് ഈ നമ്മുടെ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ തേയിലത്തോട്ടം വ്യാപിച്ചെടുക്കണം. അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ഈ ലയങ്ങൾ. അത് ഇവരെന്തിനാണ് ഈ അടിയിൽ കൊണ്ടുവന്ന് വെക്കണേന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ജീവിക്കാനും വെള്ളം കിട്ടാനും ഒക്കെ എളുപ്പമുള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ആ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഈ ലയങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയ വാർത്തകളൊക്കെ കേൾക്കണേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവർക്ക് കുറച്ച് ഹൈറ്റിൽ കൊണ്ടുവന്ന് വീട് വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ചിലപ്പോൾ ജലലഭ്യതയും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അതായത് വീണ്ടും നമ്മൾ ഇവിടുന്ന് യാത്ര കാന്തല്ലൂർക്കുള്ള യാത്ര തുടരാൻ കേട്ടോ. പോണ വഴിക്ക് മനോഹരമായിട്ടുള്ള പള്ളികളും അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. തേയിലത്തോട്ടത്തോട്ടം ഇങ്ങനെ പച്ച വിരിച്ച് ഇങ്ങനെ കിടക്കാം കേട്ടോ. നമ്മുടെ കണ്ണിനെ എത്ര കണ്ടാലും ഉള്ളിൽ പോരുന്ന രീതിയിലുള്ള കാഴ്ചകളാണ്. ഈ ഒരു ഭാഗത്തു നിന്നാണ് എനിക്ക് ശരിക്കും സ്വർഗത്തിൽ പോയ ഫീലാണ് കിട്ടിയത്. ഇത് എത്രത്തോളം ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടെന്നോ അതിൻ്റെ ഒരു സൗന്ദര്യം എത്രത്തോളം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നേരിട്ട് കണ്ടാണ്ടല്ലോ നമ്മൾ അപ്പം തന്നെ അവിടെ ഒരു കുടിൽ കെട്ടി താമസിക്കാൻ തോന്നുന്ന അത്രയ്ക്ക് വൈബുള്ള സ്ഥലം കേട്ടോ. ഇത് കുറേ ചുവന്ന വാഗപ്പൂക്കളും ഇതൊക്കെ പൂത്തിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ ഇതുവരെ കാണാത്ത, ചിലപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന മരങ്ങളായിരിക്കും, പക്ഷെ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഇലയില്ല, ഇലയ്ക്ക് പകരം പൂക്കളാണ് ആ മരത്തിൽ നിറച്ചും. അതും ഞാൻ ഒരു സ്ഥലത്തൊക്കെ നോക്കി. അപ്പോൾ ഈ മരം ഏതാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ കൊന്ന ഇനത്തിൽപ്പെട്ട ഒരു സംഭവം എന്നാണ്. ഈ കണിക്കൊന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാവണ ഈ ഈട്ടത്ത് വെക്കുന്ന കൊന്നയുണ്ടല്ലോ, അതുമ്പോൾ വൈറ്റ് പൂക്കൾ ഉണ്ടാവണേ. ഇതൊരു വയലറ്റ് കളറ് പൂവാണ്. അപ്പോൾ ഞാൻ കൊന്നയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കണക്കാക്കി പോകുന്നത്. പക്ഷെ പിന്നീട് ഞാൻ സ്ഥലത്തെടുത്തേക്ക് നമ്മളൊരു കോളാമ്പി പോലത്തെ ഒരു പൂവാണത്. അത് ഏത് ഇന മരുന്നോന്നും നമുക്കറിയില്ല. പക്ഷെ എന്തൊരു ഭംഗിയാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൂത്തിട്ട് അത് പൂക്കുന്ന സമയത്താണ് ഞാനവിടെ ചെന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് മഞ്ഞ ഇലകളിൽ ഈ തളിരിട്ട് നിൽക്കണ ചെറിയ ഇതിൻ്റെ ഇടയിൽ ഈ പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റിൻ്റെ ഈ കളർ ലാവണ്ടർ കളറിലുള്ള ഈ പൂക്കൾ കൂടി ആവാൻ, ഈ നീലക്കുറിഞ്ഞിയുടെ കളറാണ് ആ പൂക്കൾക്ക്. ആ മരം ഇങ്ങനെ പൂത്ത് നിൽക്കണ അതിൻ്റെ ഇടയ്ക്കിടെ ഇങ്ങനെ തേയിലത്തോട്ടത്തേക്കിടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എൻ്റെ പൊന്ന് സാറേ ഭയങ്കര ഫീലാട്ടോ. അങ്ങനെ നമ്മളെ സ്വർഗത്തേക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് നമ്മൾ മറയൂർ ടൗൺ ലക്ഷ്യമാക്കിയുള്ള പോക്കാട്ടോ. മറയൂർ ചെന്നിട്ട് വേണം നമുക്ക് കാന്തല്ലൂർക്ക് പോകാനായിട്ട്. അപ്പോൾ തേയിലത്തോട്ടം ഏതാണ്ട് അവസാനിക്കാറാവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് എത്താറായി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മറയൂർ ടൗൺ കഴിഞ്ഞിട്ട് കാന്തല്ലൂർക്ക് പോകണ ആ പാലത്തും എത്തിയിട്ടോ. ഇനി കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്താണ് ഈ പാലത്തിൻ്റെ അപ്പുറം. അപ്പോൾ നമ്മൾ ഇന്ന് കാന്തല്ലൂർ ചെന്ന് സ്റ്റേ ചെയ്യും. നമ്മൾ നാളെ ആയിരിക്കുള്ളൂ കാന്തല്ലൂർ വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകണം. നമ്മുടെ ജാസുട്ടൻ റെഡിയാണ്. ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരമുണ്ട്, 10-18 കിലോമീറ്റർ കൂടുതലുണ്ട് കാന്തല്ലൂർ ടൗണിലേക്ക്. അതിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള പാറയും ഇതൊക്കെ ഉള്ളൊരു വഴിയായിട്ട് കയറി പോകണം. മുകളിൽ നിന്നൊക്കെ നമുക്ക് മറയൂർ ടൗണ് താഴെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ ഈ കണ്ട പാറയുണ്ടല്ലോ, ആ പാറയൊക്കെ നമ്മൾ നാളെ എക്സ്പ്ലോർ ചെയ്യും കേട്ടോ. വേറെ ഒന്നുമല്ല, അവിടെയാണ് 10,000-3000 വർഷം പഴക്കമുള്ള മുനിയറകൾ, 3000 അല്ല 5000-6000 വർഷം വരെ പഴക്കമുള്ള മുനിയറകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നേരെ കാന്തല്ലൂർ ടൗണിലേക്ക് അല്ലെങ്കിൽ കാന്തല്ലൂർ വില്ലേജിലേക്കാട്ടോ നമ്മൾ പോണത്. വെഹിക്കിൾ സ്റ്റോപ്പ് ഫോർ ചെക്കിംഗ്. നമ്മുടെ കാന്തല്ലൂർക്കുള്ള ആനവണ്ടി ആട്ടോ ആ പോകുന്നത്. അപ്പോൾ എറണാകുളത്തു നിന്നൊക്കെ ഇഷ്ടംമാതിരി ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഈ വഴിക്കുണ്ട് കേട്ടോ. പഴയ കാലത്തെ പുല്ലുമേഞ്ഞ കടകളൊക്കെ. അങ്ങനെ കാന്തല്ലൂർ എത്തണേക്കാളും മുമ്പ് ഒരു ഹെയർ പിന്നുണ്ടത്. അവിടെ ഞങ്ങളൊരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അവിടെ നിന്നൊരു 3 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ കാന്തല്ലൂർ ടൗണായി.
സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. എജ്ജാതി വൈബാട്ടോ ഈ കടയിരിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒരു ജീപ്പ് വന്ന് നിന്നു. പെട്ടെന്ന് ഞാൻ ചുരുളി സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത്. ചുരുളിയിലെ ആ പാലം കയറുന്നതിന് മുമ്പ് വണ്ടി ഇവിടെ നിർത്തുമല്ലോ. ഇവിടെ കൂടുതലും തടിപ്പണിക്കാരാട്ടോ, തടിയാണ്. പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെയാണ് കൂടുതലും അവിടെ ഉള്ളത്. അപ്പോൾ ഈ തടിപ്പണിക്കാർ കൂപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള വണ്ടികളിലാണ് അവർ പോകുന്നത്. ഞങ്ങൾ കാന്തല്ലൂർ മിസ്റ്റി റോസ് ഇവിടെയായിരുന്നു. അപ്പോൾ ഈ കാണുന്ന റോഡ് നേരെ കാന്തല്ലൂർ ടൗൺ ഇതുണ്ട്. കാന്തല്ലൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത് പുറത്തോട്ട് കയറിച്ചെന്ന കാന്തല്ലൂർ ജംഗ്ഷനായി. ഇവിടെയാണ് ഇന്നലെ സൂര്യോദയത്തിൻ്റെ സമയത്തുള്ള ലേറ്റാണല്ലോ നമ്മളിങ്ങനെ പഴുത്തിരിക്കുന്നത്. വട്ടവടയുടെ വേറൊരു വകഭേദം അത്രേ ഉള്ളൂ. അവിടുന്ന് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടുത്തെ ഒരു ചെറിയ ചായക്കടയിൽ പോയി. അടിപൊളിയാട്ടോ. അപ്പോഴാണ് നമ്മൾ ഇന്നലെ കണ്ട ആ പൂത്ത് നിൽക്കണ പൂവുണ്ടല്ലോ, ആ പൂവൊക്കെ കൊഴിഞ്ഞവിടെ കിടക്കണത്. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കാന്തല്ലൂരുള്ള ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ ഫാമല്ലേ അവിടെ പോയിട്ട് വരാം. അത് നടക്കുള്ളൂ. ഇവിടെ നമ്മൾ ആളും തരമൊക്കെ വേണോ അറിയില്ല. നമ്മളിവിടെ ഒരു 10-50 രൂപ പോണോ കണ്ട ഒരാളെ കൂടെ പണിന്ന് കൊണ്ടുവരാമോ. പട്ടികളെയും പേടിക്കണ്ട. കൃഷി അവിടെ കാറ്റ് പറിക്കണ്ട. അവിടെ തട്ടായിട്ടുണ്ടാ. ഇത് അപ്പയുടെ അപ്പ അത്തപ്പ മറ്റേ പൂവില്ലേ, ഇതിന്റെ വെള്ളയാണ് നമ്മുടെ അവിടെ. ഇവിടെ നീല സ്ട്രോബെറി. ഞങ്ങളങ്ങനെ അവിടുത്തെ ചെറിയ കൃഷിയിടങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടോ. നമ്മളൊരു പശു ഫാമിൻ്റെ സൈഡിൽ കൂടെയാണ് ഇങ്ങോട്ട് പോകുന്നതല്ലോ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് നമ്മളിങ്ങനെ ഓരോരോ വഴികൾക്കൊക്കെ നടന്ന് അവസാനം മെയിൻ റോഡിലേക്ക് നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്താൻ പറ്റുമെന്നുള്ള സംശയമായി തുടങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പകപ്പായി തുടങ്ങി. കാരണം ഇവിടെ വഴി തെറ്റി നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ വണ്ടി എത്തിയ സ്ഥലം എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇവിടെ ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ. നമ്മുടെ പയറുവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ കോല് കുത്തിയിട്ട് അതുമ്പോൾ പടർത്തുകയും അതുകൂടാതെ ഫാമിങ് തന്നെ അല്ലാണ്ട് പശു ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പശുത്തൊഴുത്തിൻ്റെ ഭാഗത്തുണ്ടോ ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ വലിയൊരു മലയുടെ ഭാഗമാണത്. ഞങ്ങൾ നമ്മുടെ വട്ടവടയിൽ പോകുമ്പോൾ കാണാത്ത രീതിയാണ്. ഈ വട്ടവടയുടെ വൺ സൈഡാണ് ഈ കാന്തല്ലൂർ. പക്ഷേ വട്ടവടയിൽ നിന്ന് കാന്തല്ലൂർക്ക് വന്നെങ്കിൽ കാടും മലയൊക്കെ കയറി നടന്നും കയറിയൊക്കെ വരണം ട്രക്ക്. അങ്ങനെ വഴിതെറ്റിപ്പോയ ഞങ്ങൾ ഒരു കണക്കിന് അവസാനം നമ്മുടെ പശുത്തൊഴുത്ത് അടയാളം വെച്ചതുകൊണ്ട് ആ വഴിക്ക് തന്നെ വന്ന് അവിടെ എത്തിയിട്ടോ. അതാണ് ഞങ്ങളുടെ അടയാളം. അപ്പം ഇവിടെയും തമിഴ് സ്റ്റൈലിലുള്ള കുറേ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് വട്ടവട പോലെ സെയിം ഒരു കാലാവസ്ഥയും സെയിം ഒരു ഭൂപ്രദേശം തന്നെയാണ് കാന്തല്ലൂരും. പക്ഷേ രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ്. കിലോമീറ്ററുകൾ അകലം വണ്ടി സഞ്ചരിച്ചാണ് വരാൻ പറ്റുമെങ്കിലും ഒരു മലയുടെ അപ്പുറം ഇപ്പുറമാണ് ഈ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളൊരു അമ്പലത്തിൻ്റെ സൈഡിൽ കുറേ പച്ച ഇതൊക്കെ വിരിച്ച സ്ഥലത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെയാണ് സ്ട്രോബെറി ഫാമിങ് നന്നായിട്ട് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ എന്തെങ്കിലും കൃഷികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി വിളവെടുക്കുന്ന സമയം തന്നെയായിരുന്നു കേട്ടോ. പാകമായ സ്ട്രോബെറി ഇങ്ങനെ വിളഞ്ഞെടുക്കുന്നത് കാണാം കേട്ടോ. സ്ട്രോബെറി കൂട്ടി കൊടുക്കണേ. സ്ട്രോബെറി കൂട്ടി കൊടുക്കാൻ സ്ട്രോബെറി മേടിക്കണേ. സ്ട്രോബെറി വേണം ഞങ്ങൾക്ക്. ഇത് വാങ്ങണം. ആ അതുകൂടി കൂട്ടി എല്ലാമേ കൂട്ടി തരും. 60 രൂപ. ഓക്കെ. ഈ സ്ട്രോബെറി പറിച്ചു തരാമോ? സ്ട്രോബെറി പറിച്ചു തരാമോ? മേടിക്കുന്നുണ്ട്. എവ്വളോ? 500 രൂപ കിലോ. കിലോ 500. ഞങ്ങൾക്ക് ഒരു എത്ര വേണം? 100 റുപ്പീസ്. വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവും. അപ്പൊ 100 റുപ്പീസിന് മതി. 100 രൂപയ്ക്ക് അല്ലെങ്കിൽ നല്ല ഫ്രഷ് അടിപൊളി റെഡ് പക്ക റെഡ്. മതി. ഉള്ളതില് റെഡാണ് നല്ല സമ്മ ഐറ്റം വേണം.
നല്ല ചുമന്ന് തുടുത്ത് റെഡ് സ്ട്രോബെറി ഇങ്ങനെ വിളഞ്ഞിടക്കുന്നത് കാണാം കേട്ടോ. ഇത് ഇത്ര വലിയ ഒരു ഫാമെന്നൊന്നും പറയാനില്ല, ഇതൊരു ചെറിയ ഏരിയയിലുള്ള സംഭവം കേട്ടോ. പോളി അതന്നെ, ഇതിൽ കള വരില്ല അതന്നെ. ഇതിന്റെ കറക്റ്റ് ഇതെന്ത് സംഭവം എന്ന് പറയാമോ? ഇതിന്റെ പ്ലസ് എന്താ പറയാമോ കുഞ്ഞിന്? ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, കാര്യം ഇവിടെ ക്ലിയർ ആയിട്ട് ഈ കള വന്നേക്കണുണ്ടോ? ഈ കൃഷി ചെയ്യുന്ന സാധനത്തിനേക്കാൾ കൂടുതൽ കള വന്നേക്കണുണ്ടോ അതിൻ്റെ ഇടയിൽ. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്നത് ഇതിന്റെ വളം ഇതൊക്കെ ഇത് വലിച്ചെടുക്കും, അതുപോലെ അത് വിളയാനെ നശിപ്പിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ പോളിത്തീൻ കവർ വെച്ചിട്ട് കഴിയുമ്പോ ഇതില് കള കുറവായിരിക്കും കേട്ടാ. അപ്പൊ കള പറിക്കാൻ സുഖമായിരിക്കും. ആ ഒരു ഇതിലാണ് ഈ പോളിത്തീൻ ഫാമിംഗ് പാവകമായത്. ഇതാണ്ട് ഇസ്രായേലിൻ ടീമുകളുടെ ടെക്നോളജിയാണ്. ഫ്രഷ് സാധനം. ഇത് നോക്കി നടത്തണ ആ അമ്മച്ചിയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന ആളുകളുടെ 20 രൂപ വെച്ച് മേടിക്കുന്നുണ്ടോ. അപ്പോൾ 3 ആളുണ്ടെങ്കിൽ 60 രൂപ അവർക്ക് കിട്ടും. പിന്നെ അവിടുന്ന് സ്ട്രോബെറി നമ്മൾ മേടിക്കണം, അതിനനുസരിച്ചിട്ട് ആ പൈസയും എന്നൊക്കെ അവർക്ക് എന്തെങ്കിലും കമ്മീഷനൊക്കെ എടുക്കാൻ പറ്റിയിരിക്കും. കാരണം ഇത് അവർ നോക്കി നടത്തുന്നുള്ളൂ. ഇത് നമ്മളവിടെ മലയാളികളാണ് കൂടുതൽ അവിടെ പോയിട്ട് ഇത്തരം സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്തിട്ട് അവിടെ കൃഷി ചെയ്യുന്നത് എന്നാണ് ആ അമ്മ പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും തോന്നും അവിടെ കുറച്ച് സ്ഥലമൊക്കെ എടുത്ത് കൃഷിയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ അതിനൊരു മനസ്സ് മാത്രം പോരാ, അത് ചെയ്യാനുള്ളൊരു വൈഭവം കൂടി വേണം. കൃഷി എന്ന് പറഞ്ഞാൽ മണ്ണിനെ സ്നേഹിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. കാര്യം നമ്മൾ ആളുകളെ കേൾപ്പിച്ച് പോരും, കാര്യങ്ങളൊക്കെ ചെയ്യും, അവസാനം നമ്മളെ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ചില കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പുതിയ തോന്നും. ശരി ശരി. അവിടുത്തെ ആളുകളുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഭയങ്കര നിഷ്കളങ്കതയാട്ടോ. അവർ നമ്മൾ കൂടുതൽ അടുത്തിറങ്ങിയിട്ടല്ല പറയണത്, പക്ഷെ അവരെ കാണാൻ സംസാരിക്കുന്നത് തിരുവനന്തപുരത്തുള്ളവരാണല്ലോ. ഞങ്ങൾ പണിക്കാറാ. ഞങ്ങൾ വൈകിട്ട് 5 മണിക്ക് പോകും. ഇവിടെ സ്ഥലം ഇവർ മേടിച്ചിട്ടുള്ളതാണ് തിരുവനന്തപുരത്തുള്ളവർ. ഇവിടെ എത്ര സ്ഥലത്തിന് പാട്ടത്തിന് വില കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. പാട്ടന് മേടിച്ചതാ. അവള് വ്യവസായി പോട്ടിട്ട് തിരിച്ചൊക്കെ ഇട്ടിട്ട് പോയി ഒരാഴ്ചത്തെ വരും. ഇവിടെ ശമ്പളം കൊടുക്കാം. ഞങ്ങൾ രാവിലെ 8 മണിക്ക് വരും, വൈകിട്ട് 5 മണിക്ക് പോകും. 200 രൂപ കൊടുക്കും ഡെയിലി. 200 രൂപ കൊടുക്കും. അങ്ങനെ പാവപ്പെട്ട് കൊടുത്തിട്ട് പോവാം. 50-100 കൊടുക്കും. ഞാൻ ഇപ്പോഴാണ് ഓടി വന്നതാണ്. ഇവിടെ ആപ്പിൾ തോട്ടത്തിലൊന്നും ഇവിടെ അടുത്തില്ലല്ലോ. ആപ്പിൾ തോട്ടം അവൾ മോളിലുണ്ട് സാറേ. ആ വഴിക്ക് പോന്നു. ആ വഴിക്ക് പോലാല് ആപ്പിൾ ഇല്ലെന്ന് പറയുന്നത്. ഇപ്പൊ ആപ്പിൾ ഇല്ല, സീസൺ ആണോ? ശരി. സ്ട്രോബെറി സീസൺ. ഓക്കെ. കിലുക്കം സിനിമയിലേക്ക് ലൊക്കേഷൻ വേണ്ടല്ലേ? ഊട്ടി കിലുക്കം സിനിമ. നാട്ട് ബെറീസ്, ഇത് തിരുവനന്തപുരത്തുകാരുടെ ഒരു സംരംഭം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോണത് നമ്മൾ ആമ്മച്ചിയുടെ വീട്ടിലേക്കാണ്. അവിടെ പോയിട്ട് തൂക്കി നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ സ്ട്രോബെറി നമുക്ക് തരുന്നത്. 1 കിലോ സ്ട്രോബെറിയാണ് ഞങ്ങൾ മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയെടുത്ത് നേരെ താഴേക്ക് പോകുന്നു കേട്ടോ. യൂക്കാലിറ്റിസും ഇതൊക്കെ ഉള്ള അങ്ങ് അറ്റത്ത് കാണുന്നത് കംപ്ലീറ്റ് മറ്റേ കരിമ്പിൻതോട്ടമുണ്ടോ. ഇനി നമ്മൾ പോണത് ഫേമസ് ആയിട്ടുള്ള മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത് കാണാനാണ് കേട്ടോ. മറയൂർ ജാഗറി ഫാക്ടറി. കാന്തല്ലൂരിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്ന വഴിയാണ് നമ്മൾ ഈ മറയൂർ ശർക്കര ഫാക്ടറികളൊക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇന്നലെ ഇതിലെ അങ്ങോട്ട് പോയായിരുന്നു, പക്ഷെ നമ്മൾ അപ്പം കയറിയില്ല. തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് നമ്മൾ. ശരിക്കും പറഞ്ഞാൽ കാന്തല്ലൂര് ആപ്പിളും ഓറഞ്ചൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഡിസംബർ ആ മാസങ്ങളിലൊക്കെ പോകണം കേട്ടോ. ഇപ്പം അവിടെ ആകെ ഉള്ളത് ഈ ശർക്കര ഫാക്ടറിയിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് കേട്ടോ അവിടുത്തെ ഏറ്റവും വലിയ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. കാഴ്ചകളേക്കാൾ കൂടുതൽ അവിടുത്തെ കാലാവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ശർക്കരയും കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് മുനിയറകൾ കാണാനാണ്.
5000-6000 വർഷം പഴക്കമുള്ള മുനിയറകൾ കാണാനായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വലിയൊരു പാറയുടെ മുകളിലേക്ക് ഒരു വെയിലത്ത് വെന്തുണങ്ങുന്ന രീതിയിലുള്ളൊരു സ്ഥലമാട്ടോ. നമുക്ക് കുട ഉണ്ടെങ്കിൽ അതെടുത്ത് വേണം ഈ കാന്തല്ലൂർ ഭാഗത്തുള്ള ഈ മുനിയറകൾ കാണാനായിട്ട് വരാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വെയിൽ കൊണ്ട് ഊപ്പാട് വരുന്നുള്ള നഗ്നസത്യം ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ചെന്നപ്പോഴാണ്. ഞാൻ ഭാഗ്യത്തിന് തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കുഞ്ഞും രജനിയും തൊപ്പിയില്ലാതെ വിഷമിച്ച് പോയി തന്നെ പറയാം. അപ്പോൾ അതിന് മുകളിൽ ചെല്ലുമ്പോൾ ഒരു ഈ ജൈനമതം ബുദ്ധമതം അവരുടെയൊക്കെ ക്ഷേത്രങ്ങളുടെ ഷേപ്പിലുള്ള ഒരു അമ്പലമൊക്കെ കാണാം കേട്ടോ. ഇതൊരു ഹിന്ദു ക്ഷേത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മലയുടെ കുന്നിൻ്റെ അല്ലെങ്കിൽ ഈ പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം സ്ഥലങ്ങളും മലകളൊക്കെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന കേട്ടോ മറയൂർ ടൗണ്. അപ്പോൾ മറയൂർ ടൗണ് നമുക്ക് ഇവിടെ നിന്നാണ് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് നടന്നാലാണ് നമ്മൾ ഈ മുനിയറകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ കുറ്റിക്കാട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു വെയിൽക്കാട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഈ മുനിയറ പോലെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ 5000-6000 വർഷം പഴക്കമുള്ള ശിലായുഗത്തിൽ നിർമ്മിച്ചിട്ടുള്ള മുനിയറകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. താഴെ കാണുന്നതാണ് മറയൂർ ടൗൺ. മറയൂർ ടൗണിൻ്റെ മുകളിലാണ് ഈ മുനിയറകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഒരു 10 കിലോമീറ്ററോളം പോയാൽ നമ്മൾ കാന്തല്ലൂർ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മുനിയറകളുടെ അടുത്തെത്തിയിട്ടാണ്. കൂറ്റൻ പാർക്കിൽ സ്ഥാപിച്ചാണ് മുനിയറകൾ നിർമ്മിച്ചിട്ടുള്ളത്. മുനിയറകളുടെ മുൻവശത്തായി സ്ഥാപിക്കുന്നത് പാറക്കല്ലിൽ കിളിവാതിൽ പോലെ അർത്ഥവൃത്താകൃതിയിലുള്ള ദ്വാരം നിർമ്മിച്ചായിട്ടുണ്ട്. ഈ ശിലായുധ ഏതാണ്ട് 3000 ശിലാണെന്ന് അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ അതിനോടാണ് എന്നാണ് ആദിവാസി പറയുന്നത്. കഥയുണ്ടോ? വന്യമൃഗങ്ങൾ രക്ഷകാരാനും പ്രകൃതി സ്വാഭാവിക വശങ്ങളും കൊണ്ടുപോയിച്ചിരുന്നത്. അതല്ല മുനിമാർക്ക് തപസ്. അത് നമ്മൾ പഠിച്ചുള്ള കുഞ്ഞു ഒരു ഇതിന്റെ പേര് ഒന്നും കൂടെ ഡെഡ് ബോഡി കൊച്ചു പറഞ്ഞിട്ടോ നന്നങ്ങാടി. അങ്ങനെ നമ്മൾ മുനിയറയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തുറസായിട്ട സ്ഥലം പോലെയാണ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞൊരു കാടാണ് കേട്ടോ. കാടിൻ്റെ നടുക്ക് വെച്ച് വെയിൽ കൊണ്ട് ഉണങ്ങി ബാക്കിയൊക്കെ ഞാൻ ഓടിക്കോളാം. അവിടെ നിന്ന് തിരിച്ച് നടന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു സത്യം മനസ്സിലായത്. ഞങ്ങൾക്ക് വന്ന വഴി അല്പം മാറിപ്പോയിട്ടുണ്ട്. മാറിപ്പോവല്ല, ഞങ്ങൾ വന്ന വഴിയാണോ തിരിച്ചു പോകണേ അതോ കുറച്ചും കൂടി എളുപ്പത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു വഴി തിരഞ്ഞെടുത്തു. പക്ഷേ കുറച്ച് ദൂരം നടന്നപ്പോട്ട് ഈ വഴി തെറ്റി കാടും വീടും കളിക്കുന്ന പോലെ ആൾക്കാർ നടന്ന ചാലുകൾ കാണുന്നില്ലാതെ ഞങ്ങൾക്ക് ഈ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ള. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധയപ്പെട്ടത് ഞങ്ങൾ 3 ആളല്ലോ, അത് വേറെ ആരും തന്നെ ഈ മലമുകളിലില്ല അല്ലെങ്കിൽ കാടിൻ്റെ ഉള്ളിലില്ല. ഇവിടെ എന്തെങ്കിലും ജീവികളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് പറയാനും പാടില്ല. അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ കാട്ടിക്കട നടന്നു കേട്ടോ. ആകെയുള്ള ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ നടന്നു പോയ ഒരു ചാല് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ ചെന്ന് എന്തായാലും അവസാനം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ നടക്കുന്നുണ്ട്. ചില വഴി ഞങ്ങൾ നടന്ന് അവിടെ എത്തുമ്പോൾ അതവിടെ എൻഡായിരിക്കും. തിരിച്ച് നടക്കും, വേറൊരു വഴി തിരഞ്ഞെടുക്കും. ഇപ്പോൾ ഈ വന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഈ മുന്നേറിയിരിക്കുന്ന ഭാഗത്തേക്കോ ഒന്നും ചെന്നെത്തപ്പെടാൻ പറ്റാത്ത ഒരു പ്രത്യേക ട്രാഫിൽ ചെന്ന് പെട്ട അവസ്ഥയായിട്ടോ. കുറേ നേരം ആ പൊരി വെയിലത്ത് ഞങ്ങൾ ചന്നം ഭിന്നം ആ കാട്ടിക്കട നടന്നു. അവസാനം സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഒരു കണക്കിന് പുറത്തേക്കുള്ളൊരു ഭാഗം മനസ്സിലായത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് നോക്കിയപ്പോൾ മനസ്സിലായി പുറത്തറയുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആകെയുള്ള അടയാളം കേട്ടോ ആ പാറമുകളിലെ അമ്പലം. അതിലോ അതിൽ നമ്മൾ വന്ന കണ്ടു പറയാൻ വേണ്ടി നോക്കിയത് ഒരു ബസ് വീട്ടിലൂടെ പോകണോ? ചേട്ടൻ കയറിപ്പോ പോകോ കയറിപ്പോ.
നമുക്ക് എല്ലാ സൈഡിലേക്ക് എടുക്കും. അപ്പുറ സൈഡിലേക്ക് കറക്റ്റ്. അയാള് കാണിച്ചാർന്ന് നോക്കി അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ അത് ഈ പറയാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കാന്തല്ലൂർ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഉടുമൽപേട്ട് റൂട്ട് കൂടി പഴനി കൂടി കൊടൈക്കനാലിലേക്കുള്ള യാത്രയിലാട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇനി കുറേ ദൂരം ഡ്രൈവ് ചെയ്യണം കാട്ടിക്കടെ. നല്ല രസമുള്ള റൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വഴി. ഞാൻ പണ്ട് ഉടുമൽപേട്ടൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് വർക്കിൻ്റെ ഭാഗമൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഈ റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഈ ചന്ദനക്കാടുകളും പലതരത്തിലുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കിടെ നമ്മൾ നൈസായിട്ട് ഡ്രൈവ് ചെയ്ത് ഉടുമൽപേട്ട് എത്തും. ഉടുമൽപേട്ട് എന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ചെന്നാൽ പഴനി ടൗൺ ആവുട്ടോ. അപ്പോൾ പഴനി ടൗണിലേക്ക് നമ്മൾ പോവില്ല. പഴനിയുടെ മറ്റൊരു സൈഡിൽ കൂടെ നമ്മൾ നേരെ കൊടൈക്കനാലിലേക്കാണ് കേട്ടോ നമ്മുടെ അടുത്ത യാത്ര. അപ്പോൾ കൊടൈക്കനാലിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്ക് മറ്റുള്ളവരെ കാണാനായിട്ട് നമ്മുടെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഈ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.